PV അൻവർ, സുജിത് ദാസ് അല്ലെങ്കിൽ സുജിത് ദാസ്, MR അജിത് കുമാർ ഈ വിവാദത്തിൽ പ്രതികരിക്കാനായി മുൻ MLA കാരാട്ട് റസാഖ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കാരാട്ട് റസാഖ്, ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിലൊരു വകുപ്പ് തല അന്വേഷണമോ അല്ലെങ്കിൽ ഒരു നടപടിയോ സസ്പെൻഷനോ കൊണ്ട് മാത്രം തീരുന്നതാണോ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ? ഇല്ല, PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയുമാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള നിലയ്ക്ക് കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടാതെ പോകരുത്. ഒരുപാട് കാര്യങ്ങൾ, കൊലപാതകങ്ങള്, കൊള്ള, സ്വർണ്ണക്കള്ളക്കടത്ത്, അഴിമതി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ PV അൻവർ പറയുകയുണ്ടായി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കണം. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷണം നടത്തണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി അവിടുന്ന് മാറിയാൽ മാത്രമേ നടക്കൂ. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ പേരിലും ഒരു അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പങ്കുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും സംശയിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ സഹയാത്രികരൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിന് ഇതിലൊക്കെ നല്ല പങ്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതായത് താങ്കൾ പറയുന്നത് അജിത് കുമാറിനെതിരെ മാത്രം പോരാ, P ശശിക്കെതിരെ അടക്കം ഒരു അന്വേഷണം വേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടി തലത്തിലടക്കം ഒരു നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കോ നീങ്ങേണ്ടതുണ്ട് എന്നുകൂടിയാണോ? തീർച്ചയായും P ശശി മാറി നിന്നാൽ മാത്രമേ അന്വേഷണം പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിന്റെയൊക്കെ പിന്നിൽ P ശശിയാണെന്നുള്ളത് പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. യെസ്, ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ ഈ ഇടപെടലുകൾ, അത് ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ MLA ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതടക്കം മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലാതെ ഇങ്ങനെ നടക്കുക സാധ്യമാണോ? എന്താണ് താങ്കൾ കരുതുന്നത്? എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയണമെന്നില്ല. ഈ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയില്ല. മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ കാര്യത്തിലൊന്നും ഒരു പിന്തുണയും സഹായവും P ശശിക്ക് നൽകില്ല. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നിപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്, മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. യെസ്, നന്ദി കാരാട്ട് റസാഖ് പ്രതികരിച്ചതിന്.